ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഒരു മിലിറ്ററി സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമ പ്രേമിയാണോ എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ടെർമിനേറ്റർ സാൽവേഷൻ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഒപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, തീർച്ചയായും കാണുക. ഇനി സിനിമയിലോട്ട് വരാം. 2009 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ മിലിറ്ററി സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് ടെർമിനേറ്റർ സാൽവേഷൻ. ടെർമിനേറ്റർ ഫ്രാഞ്ചൈസിയുടെ 4ാമത്തെ ഭാഗമാണിത്. ടെർമിനേറ്റർ 3 റൈസ് ഓഫ് ദി മെഷീൻസ് 2003 തുടർച്ചയാണിത്. ജോൺ ബ്രാൻഗാറ്റോയും മൈക്കൽ ഫെറിസും ചേർന്നാണ് ഇത് സംവിധാനം ചെയ്തത്. ആർണോൾഡ് ഷ്വാസ്നെഗർ അവതരിപ്പിക്കാത്ത ഒരേയൊരു ടെർമിനേറ്റർ ചിത്രമാണിത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സാദൃശ്യം ഡിജിറ്റലായി ചുരുക്കമായി പ്രത്യക്ഷപ്പെടുന്നു. പകരം ക്രിസ്റ്റ്യൻ ബെയൽ, സാം വർത്തിംഗൺ, ആന്റൺ യെൽച്ചിൻ, മൂൺ ബ്ലഡ്ഗുഡ്, ബ്രൈസ് ഡാളസ് ഹോവാർഡ് കോമൺ, മൈക്കൽ ഐറൺസൈഡ്, ഹെലീന ബോൺഹാം കാർട്ടർ എന്നിവരോടൊപ്പം സഹകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മുൻഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2018 നടക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ചിത്രമാണ് സാൽവേഷൻ. സ്കൈനെറ്റിനെതിരെ പോരാടുന്നതിന് ലോകത്തിലെ സൈനികരുടെ അവശിഷ്ടങ്ങൾ റെസിസ്റ്റൻസ് രൂപീകരിക്കാൻ ഒന്നിക്കുമ്പോൾ സ്കൈനെറ്റിന്റെ മെഷീൻ നെറ്റ്വർക്കും മാനവികതയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. റെസിസ്റ്റൻസ് പോരാളിയും കേന്ദ്ര കഥാപാത്രവുമായ ജോൺ കോണറിനെ ബെയൽ അവതരിപ്പിക്കുമ്പോൾ സൈബർഗ് മാർക്കസ് റൈറ്റിനെയാണ് വർത്തിംഗൺ അവതരിപ്പിക്കുന്നത്. യെൽച്ചിൻ ഒരു യുവ കൈൽ റീസിനെയാണ് അവതരിപ്പിക്കുന്നത്. ദി ടെർമിനേറ്ററിൽ 1984 ആദ്യമായി അവതരിപ്പിച്ച ഈ കഥാപാത്രം T-800 ടെർമിനേറ്ററിന്റെ ഉത്ഭവത്തെയാണ് ഈ ചിത്രം ചിത്രീകരിക്കുന്നത്. ഹാൽസിയോൺ കമ്പനി ആൻഡ്രൂജി, വജ്ന, മാരിയോ കാസർ എന്നിവരിൽ നിന്ന് അവകാശങ്ങൾ സ്വന്തമാക്കുകയും നിരവധി എഴുത്തുകാർ തിരക്കഥയിൽ പ്രവർത്തിക്കുകയും ചെയ്തതോടെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ പ്രീ പ്രൊഡക്ഷന് ശേഷം 2008 മെയ് മാസത്തിൽ ന്യൂ മെക്സിക്കോയിൽ ചിത്രീകരണം ആരംഭിച്ചു. 77 ദിവസം നീണ്ടുനിന്നു. ടെർമിനേറ്റർ സാൽവേഷൻ 2009 മെയ് 21 അമേരിക്കയിൽ വാർണർ ബ്രദേഴ്സ് പിക്ചേഴ്സും അന്താരാഷ്ട്രതലത്തിൽ കൊളംബിയ പിക്ചേഴ്സ് ലേബലിൽ സോണി പിക്ചേഴ്സ് റിലീസ് ചെയ്യുകയും ലോകമെമ്പാടും $371.40 മില്യണിലധികം വരുമാനം നേടുകയും ചെയ്തു. പക്ഷേ സമ്മിശ്ര നെഗറ്റീവ് അവലോകനങ്ങൾ ലഭിച്ചു. രണ്ടാമത്തെ ടെർമിനേറ്റർ ട്രൈലോജിയുടെ ആദ്യ ഭാഗമാകാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നെങ്കിലും ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഹാൽസിയോൺ കമ്പനി പാപ്പരതത്തിനായി ഫയൽ ചെയ്തതിനെ തുടർന്ന് ഈ പദ്ധതികൾ റദ്ദാക്കി. ഫ്രാഞ്ചൈസി അവകാശങ്ങൾ 2012 അന്നപൂർണ പിക്ചേഴ്സിന് വിറ്റു. അതിന്റെ ഫലമായി പരമ്പരയുടെ ഒരു റീബൂട്ടായ ടെർമിനേറ്റർ ജെനസിസ് 2015 പുറത്തിറങ്ങി. ഷ്വാർസെനെഗർ തന്റെ വേഷം വീണ്ടും അവതരിപ്പിച്ചു. 2003 സൈബർഡൈൻ സിസ്റ്റംസിലെ ഡോക്ടർ സെറീന കോഗൻ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരനായ മാർക്കസ് റൈറ്റിനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനെ തുടർന്ന് തന്റെ ശരീരം വൈദ്യ ഗവേഷണത്തിനായി ഒപ്പിടാൻ ബോധ്യപ്പെടുത്തുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഓട്ടോമേറ്റഡ് സ്കൈനെറ്റ് സിസ്റ്റം സജീവമാവുകയും സ്വയം അവബോധം നേടുകയും മനുഷ്യരെ അതിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി കാണുകയും ചെയ്യുന്നു. ഇത് ജഡ്ജ്മെന്റ് ഡേ എന്നറിയപ്പെടുന്ന ഒരു ന്യൂക്ലിയർ ഹോളോകോസ്റ്റ് ആരംഭിക്കുന്നു. 2018 ജോൺ കോണർ ഒരു സ്കൈനെറ്റ് ബേസിൽ ഒരു ആക്രമണം നടത്തുന്നു. അവിടെ ഒരു പുതിയ ടെർമിനേറ്ററായ T-800 വേണ്ടി മനുഷ്യ തടവുകാരെ ജീവനുള്ള ടിഷ്യൂവായി ഉൾപ്പെടുത്തുന്നതിന്റെ സ്കീമാറ്റിക്സ് അദ്ദേഹം കണ്ടെത്തുന്നു. ബേസിൽ ഒരു ന്യൂക്ലിയർ സ്ഫോടനത്തിൽ നിന്ന് ജോൺ അതിജീവിച്ച് വേർതിരിച്ചെടുക്കലിലേക്ക് പോകുന്നു. ജോണിന്റെ വേർപാടിന് ശേഷം മാർക്കസ് ബേസിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തുവന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് പോകുവാൻ തുടങ്ങുന്നു. ലോസ് ഏഞ്ചൽസിലെത്തുമ്പോൾ സ്കൈനെറ്റിന്റെ മെഷീനുകളുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ മാർക്കസ് കൈലിനെയും സ്റ്റാർ എന്ന ഊമയായ കുട്ടിയെയും കണ്ടുമുട്ടുന്നു. തുടർന്ന് കൈലിനെയും സ്റ്റാറിനെയും സ്കൈനെറ്റ് തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുന്നു. ഒരു മെഷീൻ ട്രാൻസ്പോർട്ട് തടയാൻ ശ്രമിക്കുന്നതിനിടെ 2 റെസിസ്റ്റൻസ് A-10 വിമാനങ്ങൾ വെടിവച്ചു വീഴ്ത്തുന്നു. തകർന്നുവീണ പൈലറ്റ് ബ്ലെയർ വില്യംസിനെ മാർക്കസ് രക്ഷിക്കുകയും ജോണിന്റെ താവളത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. അവിടെ ഒരു കാന്തിക ലാൻഡ് മൈൻ മാർക്കസിനെ മുറിവേൽപ്പിക്കുന്നു. ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സൈബർനെറ്റിക് എൻഡോസ്കെലിറ്റണും ഭാഗികമായി കൃത്രിമ സെറിബ്രൽ കോർട്ടെക്സുമുള്ള ഒരു സൈബർഗാണ് മാർക്കസ് എന്ന് റെസിസ്റ്റൻസ് കണ്ടെത്തുന്നു. താൻ മനുഷ്യനാണെന്ന് മാർക്കസ് വാദിക്കുന്നുണ്ടെങ്കിലും തങ്ങളെ കൊല്ലാൻ മാർക്കസിനെ അയച്ചിട്ടുണ്ടെന്ന് ജോണും ഭാര്യ കേറ്റും സംശയിക്കുന്നു. ജോൺ അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിടുന്നു. ബ്ലെയർ മാർക്കസിനെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു.
പിന്തുടരുന്നതിനിടയിൽ സ്കൈനെറ്റിന്റെ ഹൈഡ്രോബോട്ടുകളിൽ നിന്ന് മാർക്കസ് ജോണിന്റെ ജീവൻ രക്ഷിക്കുന്നു. ഇരുവരും ഒരു വിലപേശൽ നടത്തുന്നു. കൈലിനെ ജീവനോടെ വിട്ടാൽ ജോണിനെയും മറ്റു തടവുകാരെയും രക്ഷിക്കാൻ സഹായിക്കുന്നതിന് മാർക്കസ് സാൻ ഫ്രാൻസിസ്കോയിലെ സ്കൈനെറ്റിന്റെ ആസ്ഥാനത്ത് പ്രവേശിക്കും. ലോസ് ഏഞ്ചൽസ് ക്ലാസ് അന്തർവാഹിനിയിൽ ജോൺ റെസിസ്റ്റൻസ് ആസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ ജനറൽ ആഷ്ഡൌണിനെയും റെസിസ്റ്റൻസ് കമാൻഡർമാരെയും നേരിടുന്നു. സ്കൈനെറ്റിന്റെ മെഷീനുകൾ അടച്ചുപൂട്ടാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന സിഗ്നൽ റെസിസ്റ്റൻസ് കണ്ടെത്തിയതായും സ്കൈനെറ്റ് സൃഷ്ടിച്ച ഒരു ഇന്റർസെപ്റ്റഡ് കിൽ ലിസ്റ്റ് കാരണം 4 ദിവസത്തിനുള്ളിൽ സാൻ ഫ്രാൻസിസ്കോയിലെ സ്കൈനെറ്റിന്റെ ആസ്ഥാനത്തിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായും അവർ വെളിപ്പെടുത്തുന്നു. ഇത് അതേ സമയപരിധിക്കുള്ളിൽ റെസിസ്റ്റൻസിന്റെ നേതാക്കളെ ഇല്ലാതാക്കും. കൈൽ റീസിന് ശേഷം ഈ പട്ടികയിൽ താൻ 2ാം സ്ഥാനത്താണ് എന്ന് ജോൺ മനസ്സിലാക്കുന്നു. കൈൽ ഒടുവിൽ കാലത്തിലൂടെ സഞ്ചരിച്ച് തന്റെ പിതാവാകുമെന്ന് സ്കൈനെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മനുഷ്യ തടവുകാരെ മോചിപ്പിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് ആക്രമണം വൈകിപ്പിക്കാൻ ജോൺ ആഷ്ഡൌണിനോട് അപേക്ഷിക്കുന്നു. പക്ഷേ ആഷ്ഡൌൺ അത് നിരസിക്കുകയും ജോണിനെ തന്റെ കൽപ്പനയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും റെസിസ്റ്റൻസ് ആഷ്ഡൌണിന്റെ ഉത്തരവുകൾ അനുസരിക്കാതെ ജോണിന്റെ സിഗ്നലിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. മാർക്കസ് ബേസിലേക്ക് പ്രവേശിക്കുകയും കമ്പ്യൂട്ടറുമായി ഇന്റർഫേസ് ചെയ്യുകയും ജോണിന് നുഴഞ്ഞുകയറാനും തടവുകാരെ മോചിപ്പിക്കാനും കഴിയുന്ന തരത്തിൽ ചുറ്റളവ് പ്രതിരോധങ്ങൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നു. ജോണിനെ ബേസിലേക്ക് ആകർഷിക്കാൻ താൻ ഉയർത്തെഴുന്നേറ്റതായി സ്കൈനെറ്റിൽ നിന്ന് മാർക്കസ് മനസ്സിലാക്കുന്നു. റെസിസ്റ്റൻസ് ആക്രമണം ആരംഭിക്കുമ്പോൾ ജോൺ കൊല്ലപ്പെടുകയും സ്കൈനെറ്റിന്റെ ലക്ഷ്യം നേടുകയും ചെയ്യും. റെസിസ്റ്റൻസിന് നേരത്തെ ലഭിച്ച മറഞ്ഞിരിക്കുന്ന സിഗ്നൽ ഒരു തന്ത്രമാണെന്ന് വെളിപ്പെടുന്നു. റെസിസ്റ്റൻസ് കമാൻഡ് അന്തർവാഹിനിയെ കണ്ടെത്തി നശിപ്പിക്കാൻ സ്കൈനെറ്റ് അത് ഉപയോഗിക്കുന്നു.